ഹായ് എവ്രിവൺ, എല്ലാവർക്കും മെഡി പ്രിസിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വി ബി. നമുക്കിന്ന് മൺസൂൺ സീസണിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, ആ ഒരു മൺസൂൺ ഡയറ്റിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലും. മഴ വളരെ സുന്ദരമായൊരു അനുഭൂതിയാണ്, പക്ഷേ നമ്മൾ മഴക്കാലത്ത് കുറച്ചും കൂടെ കെയർഫുൾ ആവണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്ടർ ബോൺ ഡിസീസസ്, ജലജന്യ രോഗങ്ങൾ കൂടുന്നൊരു കാലാവസ്ഥയാണ്, ഒരു സീസണാണ് മൺസൂൺ സീസൺ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ മഴ സീസണിൽ നമുക്ക് ജലജന്യ രോഗങ്ങൾ, വാട്ടർ ബോൺ ഡിസീസസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും വയറിളക്കം. ഇപ്പോൾ കാലിക്കറ്റ് ഷിഗല്ല കേസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളും ഈ ഒരു സീസണിൽ കൂടാൻ സാധ്യത കൂടുതലാണ്. ഫുഡ് ബോൺ ഡിസീസസ് എല്ലാം, അതായത് നമുക്ക് മഴ കൂടുന്നതിനൊപ്പം തന്നെ കീടാണുക്കളുടെ ശല്യങ്ങളും കൂടും. മൈക്രോബ്സ് നമ്മുടെ ഫുഡിനെ കണ്ടാമിനേറ്റ് ചെയ്യും. ഈച്ചകൾ, ഫ്ലൈസ് ഒക്കെ. അതുപോലെ തന്നെ കൊതുകുകളുടെ ശല്യം കൂടും. ഇതൊക്കെ നമ്മൾ നേരിട്ട് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നേരത്തെ തന്നെ പ്രിക്കോഷൻസ് എടുക്കണം. എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള ആദ്യമേ പറയാം. 1, തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. 2, നമ്മൾ മൊസ്കിറ്റോ പ്രിവെൻഷൻ എടുക്കുക. മൊസ്കിറ്റോ ഒന്നുകിൽ നമ്മൾ നെറ്റ്സ് യൂസ് ചെയ്യുക, മൊസ്കിറ്റോ ബാറ്റ് യൂസ് ചെയ്യാം, നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിട്ടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോഴേ ശീലിക്കാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മൺസൂൺ സീസണിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സീസണിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഹൈ ഫാറ്റ് ഡയറ്റ് ഈ സീസണിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡൈജഷൻ പൊതുവേ സ്ലോ ആവുന്ന ഒരു സീസണാണ് മൺസൂൺ സീസൺ. നമ്മൾ സാധാരണ കഴിക്കുന്ന ബാലൻസ്ഡ് മീൽ, നമ്മുടെ പച്ചക്കറികളും മീൻ, മുട്ട അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നമുക്ക് കഴിക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചില പ്രത്യേക വസ്തുക്കൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ കൊടുത്ത് ഗ്രാമ്പൂ, സിനമൺ, കറുവപ്പട്ട, പിന്നെ ഏലക്ക, പിന്നെ വെളുത്തുള്ളി, ബ്ലാക്ക് പെപ്പർ, മഞ്ഞൾ, ഇത്രയും കാര്യങ്ങൾ, ഇഞ്ചിയും നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ കറികളിലായിട്ടോ മറ്റ് ഡ്രിങ്ക്സിലൊക്കെ ആയിട്ടോ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും. അത് നമുക്ക് പൊതുവേ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും വർക്ക് ചെയ്യും. കാരണം ഈ ക്ലോവ്സ് എന്ന ഗ്രാമ്പൂനും, അതുപോലെ കാർഡമം, ഏലം, പിന്നെ സിന്നമൺ, കറുവപ്പട്ട, ഇവയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതെല്ലാം ന്യൂട്രീഷണൽ റിസർച്ച് പറയുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇതിനെല്ലാം നമ്മുടെ മെറ്റബോളിസം സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ കാർഡിയാക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കാനുള്ള കഴിവുകൾ ഈ ഒരു കേരള സ്പൈസസിനുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് മൺസൂൺ സീസണിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് ഭക്ഷണം എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് ഈ ഒരു സീസണിൽ നല്ലത്. പാചകം ചെയ്ത് കഴിക്കുക. അതായത് നമ്മളിപ്പോൾ റോ സാലഡ്സ് നമ്മൾ മറ്റു സീസണിൽ കഴിക്കാറുണ്ട്. ഇലകളെല്ലാം മുറിച്ചിട്ട് നമ്മൾ മറ്റ് മുളപ്പിച്ച പയറും അതിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്യാൻ ഇലകൾ ഡയറക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇലകൾ ഈ ഒരു സീസണിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കുക്ക് ചെയ്ത ഇലകൾ യൂസ് ചെയ്യാം. കാരണം ഈ ഒരു സീസണിൽ നമുക്ക് അറിയാലോ, ജലജന്യ രോഗങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ ഇലകളെല്ലാം മിക്കവാറും ഉണ്ടാവുന്ന പാടത്തും പറമ്പിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പം ഒരു വെള്ളപ്പൊക്കം പോലത്തെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾക്ക് കണ്ടാമിനേറ്റഡ് സോഴ്സിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകിയാലും അത് ഇലകളിലെല്ലാം പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്, അതിലെ മൈക്രോബ്സ്. അപ്പോൾ അത് നമ്മൾ കഴുകിയാലും ജസ്റ്റ് പോണമെന്നില്ല. എത്ര പേർ ഇത് വിനാഗിരിയും അതുപോലെ തന്നെ മഞ്ഞൾ, ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകും? മിക്കവാറും ഉണ്ടാവില്ല. എല്ലാവരും ജസ്റ്റ് വെള്ളത്തിൽ കഴുകുക, എന്നിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ കുക്ക് ചെയ്യാതെ നമ്മൾ സ്ട്രെയിറ്റ് സാലഡ്സിൽ, റോ സാലഡ്സ് കഴിക്കുന്നത് നല്ലതല്ല മൺസൂൺ സീസണിൽ. പകരം നമുക്ക് കുക്ക് ചെയ്ത ടൈപ്പ് സാലഡ്സ് കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം, പക്ഷെ കുക്ക് ചെയ്ത ഫോമിൽ യൂസ് ചെയ്യുന്നതാണ് മൺസൂൺ സീസണിൽ നല്ലത്. റോ ലീവ്സ് കഴിയണതും ഒഴിവാക്കുക. കാരണം മൈക്രോബ്സ് അതിലുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം അതിൻ്റെ എമൗണ്ട് നമ്മളുടെ ബോഡി റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യുക. നമ്മൾ സമ്മർ സീസണിൽ കുടിച്ച അത്രയും വെള്ളം നമുക്ക് ഇപ്പോഴും കുടിക്കേണ്ടി വരില്ല. നമ്മുടെ ബോഡി എന്താണോ പറയുന്നതിനനുസരിച്ച്. പക്ഷേ ഒരു മിനിമം എമൗണ്ട്, ഒരു 2 to 3 ലിറ്റേഴ്സ് നമുക്ക് തീർച്ചയായിട്ടും ബോഡിയിൽ എത്തിച്ചേരേണ്ടതാണ്. പക്ഷെ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പുറത്തുനിന്നുള്ള ആഹാരം എപ്പോഴും നല്ലതല്ല എങ്കിൽ കൂടെയും മൺസൂൺ സീസണിൽ കുറച്ചും കൂടി ശ്രദ്ധ ആ കാര്യത്തിൽ കൊടുക്കണം. അതായത് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ഒഴിവാക്കുക. കാരണം ഇത് തന്നെയാണ്, ഫുഡ് ബോൺ ഡിസീസസ് കൂടും. നമുക്ക് ഈച്ച ഇരുന്ന ആഹാരങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട്
അങ്ങനത്തെ ആഹാരങ്ങൾ ഒഴിവാക്കുക. ഹോം കുക്ക്ഡ് മീൽസ് തന്നെ കഴിയുന്നതും കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെവി ആയിട്ടുള്ള ഫുഡ്, അതായത് ഹൈ ഫാറ്റ് ഡയറ്റ്, ഹൈ സ്പൈസി ഡയറ്റ്, ഹൈ സോൾട്ടഡ് ഡയറ്റ് ഒഴിവാക്കാം. അതായത് ഒരുപാട് ഉപ്പും ഒരുപാട് കൊഴുപ്പും അതുപോലെ ഒരുപാട് സ്പൈസിയും ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഈ ഒരു കാലാവസ്ഥയിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഡൈജഷൻ പൊതുവെ സ്ലോ ആവുന്നൊരു സീസണാണ് മൺസൂൺ സീസൺ. പൊതുവെ നമ്മൾ എക്സസൈസും കാര്യങ്ങളും എല്ലാം കുറവാണ്. ആളുകൾ മഴ പെയ്യുന്ന സമയത്ത് അധികം ഫിസിക്കലി ആക്റ്റീവ് അല്ല. അത് തന്നെയാണ് ഒരു കാരണം. മറ്റൊന്ന് നമ്മുടെ എയറിലെ ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ജനറലി നമ്മുടെ ശരീരം നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഒരുപാട് എന്താ പറയുക, റിലേറ്റഡ് ആണ്. എൻവയോൺമെൻറ്റും നമ്മുടെ ബോഡിയും തമ്മിൽ എപ്പോഴും ഉണ്ട്, പല കാര്യങ്ങളിലും ഉണ്ട്. പല അസുഖങ്ങളുടെയും കാരണങ്ങൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജീൻ മാത്രമല്ല. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ മൺസൂൺ സീസണും ഉൾപ്പെടും. നമ്മുടെ പൊല്യൂഷനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ ഒരുപാട് അസുഖങ്ങളും കൂടും ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ മൺസൂൺ കാലത്ത് ഉണ്ടെങ്കിൽ കൂടെ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് മഴ നമുക്ക് ആസ്വദിക്കാവുന്നൊരു അനുഭവം തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ കെയർഫുൾ ആവണം. അതുപോലെ തന്നെ ഒരുപാട് ഈർപ്പമുള്ള ഡ്രസ്സുകൾ ധരിക്കാതിരിക്കുക. മഴ സീസണിൽ നമുക്ക് സ്കിൻ ഇൻഫെക്ഷനും മറ്റും കാരണമാവും. അപ്പോൾ ജനറലി ഫുഡ് ബോൺ ഡിസീസസ്, നമുക്കത് ഗട്ടിനെ, നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് ഫുഡ് ബോൺ ഡിസീസസ്. അത് മാത്രമല്ല ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മൾക്ക് വെള്ളത്തിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ട് പല അണുക്കൾ ശരീരത്തിലെത്തിയാൽ ശരീരത്തിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും അസുഖം വരാം. മൈക്രോബ്സ് ഉള്ളിൽ കയറി കഴിഞ്ഞു. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളവും ശുചിയായ ആഹാരവും കഴിക്കുക. അതുപോലെ നമ്മുടെ ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൈകളും കാലുകളും എല്ലാം ശുചിയായിട്ട് സൂക്ഷിക്കുക. നന്നായിട്ട് നമുക്ക് ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ്സിൽ കഴുകി പുറത്തുനിന്ന് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മഴക്കാലത്ത് മറ്റു കാലങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ജനറലി വാട്ടർ ബോൺ ഡിസീസസ് നമുക്ക് ഫുഡിലൂടെ, ഫീക്കോ ഓറൽ റൂട്ടിലൂടെയൊക്കെയാണ് വരുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ച് അതിലൂടെ പകരുന്നതുണ്ട്. വെള്ളം കുടിച്ചിട്ട് വരുന്നത്, പുറത്തുനിന്ന് ജ്യൂസ് എല്ലാം കഴിച്ച് മഞ്ഞപ്പിത്തം വരുന്നവരുണ്ട്. അതൊക്കെയുണ്ട്. അതൊക്കെ കൂടാതെ ചിലപ്പം വെള്ളത്തിലുള്ള അണുക്കൾ നമ്മുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ചെയ്യും. അത് സ്കിന്നിൽ പ്രത്യേകിച്ച് മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് സ്കിന്നിലൂടെ ഡയറക്റ്റും കണ്ടാമിനേറ്റ് ചെയ്യാം. നമുക്ക് പല അസുഖങ്ങളും സ്കിന്നിലും വരാം. അതിലൂടെ കയറിയിട്ട് നമുക്ക് ബ്ലഡ് പോയ്സണിങ്ങും വരാം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഴക്കാലത്ത് ഉണ്ട്. നമ്മൾ ശുചിത്വം പാലിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് മീൽസ് കഴിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പൊതുവെ സ്പൈസി ഫുഡ് കുറയ്ക്കുക, സോൾട്ട് കുറയ്ക്കുക, അതുപോലെ ഫാറ്റി ഫുഡ് കുറയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെഡി പ്രിസിഷൻ ഈ മൺസൂൺ സീസണിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റെഗുലർ അപ്ഡേറ്റ്സ് മെഡി പ്രിസിഷൻ്റെ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ, IndiaHeritage.com.